എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ചെമ്മീൻ്റെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 10 to 15 മിനിറ്റ്സ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹാർഡായി പോവും. അതുപോലെ തന്നെ ചെമ്മീന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. കുക്കിംഗ് ടൈം കൂടിപ്പോയാലും ചെമ്മീൻ ഹാർഡായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ പ്രോൺസ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ചെമ്മീന് വേണ്ടുന്ന ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർക്കാനുണ്ട്. ചെമ്മീനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വെളുത്തുള്ളി എത്രത്തോളം ചേർക്കാൻ പറ്റുന്നോ അത്രയും സൂപ്പറായിരിക്കും നമ്മുടെ ഡിഷ്. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോസ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കുക്കാകേണ്ട, ഒരു ഹാഫ് കുക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊന്നിത് ഒരു മിനിറ്റ് നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ അടപ്പ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.